2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ UDFനെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ എത്തിക്കുക എന്നത് ആ രാഷ്ട്രീയ മുന്നണിയിൽപ്പെട്ട ഓരോ പാർട്ടിയുടെയും നിലനിൽപ്പിൻ്റെ അത്യന്താപേക്ഷിതയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ടീം UDF എന്ന നിലയിൽ കൂട്ടായ ഒരു ടീം വർക്ക് നടത്തുവാനും അവർക്ക് സാധിക്കുന്നുണ്ട്. UDF എന്ന മുന്നണിയും അതുപോലെ തന്നെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള വിവിധ പാർട്ടികളും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള മഹാവിജയം ഈ മുന്നണിക്കും അതിലെ ഘടകകക്ഷി പാർട്ടികൾക്കും വലിയ ആത്മവിശ്വാസമാണ് പകർന്നു നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ജനുവരി 15 മുമ്പായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കുവാനും ഫെബ്രുവരി ആദ്യ വാരത്തോടുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ തിരികെ പിടിക്കുവാൻ അവർ ഉദ്ദേശിക്കുന്ന 60-ലധികം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുവാനുമാണ് ഇപ്പോൾ UDFലെ കക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം എന്ന് പറയുന്നത്. UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് നേതൃനിരയിൽ മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങൾക്കും ഏറെക്കുറെ പരിഹാരമായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടുകൂടി കോൺഗ്രസ് നേതൃത്വം കൂട്ടായ ഒരു സമീപനം സ്വീകരിച്ച് വളരെ ഒത്തൊരുമയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറിയും VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പാർട്ടി വർക്കിംഗ് കമ്മിറ്റി അംഗവുമായ രമേശ് ചെന്നിത്തലയുമെല്ലാം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുമ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരവും ഇല്ലാതാകുന്നു എന്ന യാഥാർത്ഥ്യവും നമുക്ക് മുന്നിലുണ്ട്. UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഇപ്പോൾ മുന്നണി നേതൃത്വം തയ്യാറാക്കുന്നത്. UDF 100-ലധികം സീറ്റുകൾ നേടി അധികാരത്തിലെത്തിയാൽ കോൺഗ്രസിന് ഒറ്റയ്ക്ക് 60 മുതൽ 70 സീറ്റുകൾ വരെ പിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജനുവരി മാസം 4-5 തീയതികളിലായി കോൺഗ്രസിൻ്റെ ഒരു നേതൃയോഗം വയനാട്ടിൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. ഈ നേതൃയോഗത്തിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ ഒരു ടൈം ലൈൻ വിവിധ പദ്ധതികൾക്ക് തയ്യാറാക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ സുപ്രധാനമായ ഒരു വിവരം ഈ നേതൃയോഗവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് ചില വിഷയങ്ങളിൽ അവർ കൈക്കൊണ്ടുപോന്നിരുന്ന ചില നിലപാടുകളിൽ പുനരാലോചനയ്ക്ക് തയ്യാറാകും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും കൃത്യമായി പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ കൈക്കൊണ്ടുവന്നിട്ടുള്ള നിലപാടുകളിൽ അയവ് വരുത്തുവാൻ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട് എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് വളരെ ഗുരുതരമായ ലൈംഗിക അപവാദ ആരോപണങ്ങൾ ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചില ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ ആകുന്ന രീതിയിൽ ഫോൺ സംഭാഷണങ്ങളും വാട്സപ്പ് ചാറ്റ് സ്ക്രീൻഷോട്ടുകളുമെല്ലാം പുറത്തു വന്നപ്പോഴും പാർട്ടിക്കുള്ളിലും പൊതുജന സമൂഹത്തിനിടയിലും അയാൾക്ക് വലിയ പിന്തുണ ലഭിച്ചിരുന്നു. സ്വന്തം മണ്ഡലമായ പാലക്കാടും സ്വന്തം നാടായ പത്തനംതിട്ടയിലും മാത്രമല്ല, കേരളത്തിൽ ഉടനീളം രാഹുലിന് പൊതുസമൂഹത്തിൻ്റെ വലിയ പിന്തുണ ലഭിച്ചു എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിയ ഒരു വിഷയമാണ്. രാഹുലിനെ സംബന്ധിച്ച് നിലവിൽ അയാൾക്കെതിരെ 2 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ രണ്ടാമത് രജിസ്റ്റർ ചെയ്ത കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യം ലഭ്യമായിട്ടുണ്ട്. ആദ്യത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയെങ്കിലും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യ അപേക്ഷ സമർപ്പിച്ചപ്പോൾ വളരെ ആശാവഹമായ ഒരു പ്രതികരണമാണ് രാഹുലിന് ലഭിച്ചിരിക്കുന്നത്. ജനുവരി 7 ഇനി കേസ് പരിഗണിക്കുന്നതുവരെ രാഹുലിൻ്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള ഒരു ഇടക്കാല ഉത്തരവും ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാഹുൽ വിഷയത്തിൽ പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു മനോഭാവമാണ് കോൺഗ്രസിനെ ഈ വിഷയത്തിൽ ഒരു പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ വളരെ ശക്തമായ ഒരു വിഭാഗം അല്ലെങ്കിൽ പ്രബലമായ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ഒരു വിഭാഗം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ പ്രധാനമായും എടുത്തു കാട്ടുന്നത് കേരളത്തിലെ പൊതുജനങ്ങളുടെ മനോഭാവത്തിൽ ഈ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റമാണ്. പഴയ കാലങ്ങളിൽ ഒരു നേതാവിനെതിരെ ധാർമ്മികമായ അധപതനത്തിൻ്റെ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ സമൂഹം അവരെ തിരസ്കരിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. എന്നാൽ ലിവ് ഇൻ റിലേഷനുകളുടെയും സ്വവർഗ കപ്പിളുകളുടെയും ഈ കാലത്ത് കേരളത്തിൽ ഇത്തരമൊരു മനോഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിലയിരുത്തലാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതിനാൽ തന്നെ രാഹുലിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ അയാളുടെ വ്യക്തിപരമായ വിഷയങ്ങളാണ് എന്നും രാഹുൽ പാർട്ടിയിലേക്ക് തെറ്റുതിരുത്തി മടങ്ങി വരുവാൻ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിൽ അയാളെ പാർട്ടി വീണ്ടും നേതൃസ്ഥാനത്തിലേക്ക് എത്തിക്കണമെന്നുള്ള അഭിപ്രായമാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്.
ഏറ്റവും പ്രധാനമായി KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും തന്നെയാണ് രാഹുലിന് വേണ്ടി വാദമുഖങ്ങൾ ഉയർത്തുന്നത്. PC വിഷ്ണുനാഥിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും നിലപാടിനൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് UDF കൺവീനറായ അടൂർ പ്രകാശും രാഹുൽ മാങ്കൂട്ടം അനുകൂല നിലപാടാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതൊക്കെയാണെങ്കിലും ഈ 3 പേരും ഇത്തരമൊരു നിലപാടിലേക്ക് എത്തുമ്പോൾ KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി ഇത് കേരളത്തിൽ തീരുമാനിക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിലൊരു നിഷ്പക്ഷത പാലിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തെ ഏറ്റവും അധികം എതിർത്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവായ VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുൻ KPCC അധ്യക്ഷനായ K മുരളീധരനുമാണ്. ഈ 3 നേതാക്കളെ കൂടി കാര്യങ്ങൾ കൺവിൻസ് ചെയ്യുവാൻ സാധിച്ചാൽ പരമാവധി മണ്ഡലങ്ങൾ പിടിക്കുന്നതിന് രാഹുലിൻ്റെ സാന്നിധ്യം കോൺഗ്രസിന് സഹായകരമാകും എന്ന ഒരു ആലോചനയിലാണ് വയനാട് നടക്കുന്ന നേതൃയോഗത്തിലേക്ക് രാഹുൽ അനുകൂലികൾ നീങ്ങുന്നത്. അവരെ സംബന്ധിച്ച് അവർ കൃത്യമായി ചില കാര്യങ്ങൾ ഇവിടെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പാലക്കാട് നിയോജക മണ്ഡലം നിലനിർത്തുക എന്ന വെല്ലുവിളിയാണ്. നമുക്കറിയാമല്ലോ, രാഹുൽ മാങ്കൂട്ടം അവിടെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ തന്നെ BJP വലിയ പ്രതീക്ഷകളാണ് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വെച്ചു പുലർത്തിയിരുന്നത്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ K സുരേന്ദ്രനായിരിക്കും ഒരുപക്ഷെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇത്തവണ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താമര ചിഹ്നത്തിൽ മത്സരത്തിനിറങ്ങുക. സുരേന്ദ്രനെ പോലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനോ ഷാഫി പറമ്പിലിനോ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന ഒരു നിലപാടിലേക്കാണ് ഇപ്പോൾ രാഹുൽ അനുകൂലികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഷാഫിയെ സംബന്ധിച്ച് വടകരയിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം നൽകിയാണ് പാർലമെൻറ്റിലേക്ക് വിജയിപ്പിച്ചു വിട്ടത്. ഷാഫിയുടെ വ്യക്തിപരമായ നേതാവെന്ന നിലയിലുള്ള സാന്നിധ്യം CPMൻ്റെ പല കോട്ടകളെയും ഇപ്പോൾ തന്നെ ഇളക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാകണമെങ്കിൽ ഷാഫി താരപ്രചാരകനായി MP ആയി അവിടെ നിലനിൽക്കണമെന്ന ആഗ്രഹം കോൺഗ്രസ് നേതൃത്വത്തിനിടയിലും സാധാരണ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും സജീവമായതിനാൽ ഷാഫിയെ പാലക്കാട്ടേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ വളരെ വിരളമാണെന്നാണ് രാഹുൽ അനുകൂലികൾ ചൂണ്ടിക്കാട്ടുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ രാഹുൽ അല്ലാതെ മറ്റൊരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ഇല്ല എന്നവർ ചൂണ്ടിക്കാട്ടുന്നു. രാഹുലിന് പകരക്കാരനായി ഷാഫിയെ കൂടാതെ അവിടെ ചൂണ്ടിക്കാട്ടാൻ കഴിയുന്നത് പാലക്കാടിൻ്റെ MP ആയ VK ശ്രീകണ്ഠനെയാണ്. എന്നാൽ ശ്രീകണ്ഠനെയും പാർലമെൻറ്റിൽ നിന്നും മടക്കി വിളിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനിറക്കുന്നത് അഭികാമ്യമാവില്ല എന്ന കണക്കുകൂട്ടൽ പൊതുവിൽ നേതൃത്വത്തിനിടയിൽ നിൽക്കുന്നത് മുതലെടുത്തുകൊണ്ടാണ് രാഹുലിനെ തിരികെ എത്തിക്കുവാനുള്ള കരുനീക്കങ്ങൾ സജീവമാകുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരുപക്ഷെ പാലക്കാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നിരുന്നുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം നയിച്ചിരുന്നുവെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി അടക്കം UDFന് തിരികെ പിടിക്കുവാൻ സാധിക്കുമായിരുന്നു എന്ന വിലയിരുത്തലും രാഹുൽ അനുകൂലികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായി അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു വിഷയമെന്ന് പറയുന്നത് രാഹുലിനെതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ നിലവിലെ സാഹചര്യമാണ്. രാഹുലിനെതിരെ കൃത്യമായ തെളിവുകൾ ശേഖരിക്കുവാനോ കൃത്യമായ മൊഴികൾ ശേഖരിക്കുവാനോ മുന്നോട്ട് പോകുവാനോ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല എന്ന നിലപാടിലാണ് രാഹുൽ അനുകൂലികൾ കോൺഗ്രസിനുള്ളിൽ രാഹുലിനായി വാദമുഖങ്ങൾ തുറക്കുന്നത്. അതിനാൽ തന്നെ അന്വേഷണം ഏറെക്കുറെ ഒരു സ്തംഭിച്ച അവസ്ഥയിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇവിടെ അവർ ഉയർത്തിക്കാട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ഏറ്റവും അധികം പ്രതിരോധത്തിലാക്കുമെന്ന് CPMും BJPയും പ്രതീക്ഷിച്ചത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളാണ്. എന്നാൽ കോൺഗ്രസിനെ ഇത് ബാധിച്ചില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന് മഹാവിജയം ലഭിക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളുടെ മനോഭാവം രാഹുലിന് അനുകൂലമാണെന്ന വാദമുഖവും ഇവർ ശക്തിയായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ തിരികെ കൊണ്ടുവന്നാൽ പാലക്കാട് സീറ്റ് ജയിക്കാൻ കഴിയുമെന്നും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു താരപ്രചാരകനായി മുന്നിൽ നിർത്തിയാൽ കേരളത്തിലുടനീളം അത് ഗുണം ചെയ്യുമെന്നും രാഹുലിന് പൊതുജനങ്ങളുടെ വലിയ രീതിയിലുള്ള പിന്തുണയുള്ളത് കോൺഗ്രസിനും UDFനും തിരിച്ചടിയാകാതിരിക്കാൻ രാഹുലിനെ എത്രയും പെട്ടെന്ന് പാർട്ടിയിലേക്ക് തിരികെ എത്തിക്കണമെന്നും രാഹുലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാൾക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ള ലൈംഗിക അപവാദ ആരോപണങ്ങൾ CPMൻ്റെയും ചില മാധ്യമങ്ങളുടെയും ഗൂഢാലോചനയുടെ ഫലമായിട്ടാണെന്നും വരുത്തി തീർക്കുവാൻ സാധിച്ചാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന വാദമുഖങ്ങൾ പാർട്ടിക്കുള്ളിൽ ശക്തി പ്രാപിക്കുകയാണ്. ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഒരു പുനരാലോചന വേണ്ടി വരും എന്ന നിലയിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും എത്തിച്ചേർന്നിട്ടുണ്ടെന്നും ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ K മുരളീധരൻ രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കാരണവശാലും പാർട്ടിയിലേക്ക് തിരികെ കൊണ്ടുവരേണ്ടതില്ല എന്ന കർശനമായ നിലപാടാണ് ഈ ഘട്ടത്തിലും സ്വീകരിക്കുന്നത്. രാഹുലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു നിലപാട് എന്ന് പറയുന്നത് പാർട്ടി നേതൃത്വം കൂട്ടായി എടുത്ത ഒരു തീരുമാനമാണ് അയാളെ പുറത്താക്കുക എന്നുള്ളത്.
അതിന് മാറ്റം വേണമെങ്കിൽ പാർട്ടി നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് കൂട്ടായ ചർച്ചകൾ ഉണ്ടാവണമെന്നതാണ്. ഇത്തരത്തിലൊരു കൂട്ടായ ചർച്ചകൾ ജനുവരി 4, 5 തീയതികളിൽ നടക്കാനിരിക്കുന്ന വയനാട്ടിലെ കോൺഗ്രസ് നേതൃയോഗത്തിൽ ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ രാഹുലിനെ അനുകൂലിക്കുന്നവർ വെച്ചു പുലർത്തുന്നത്. ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ മുന ഏറെക്കുറെ ഒടിഞ്ഞ മട്ട് തന്നെയാണ്. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇത് കണക്കിലെടുത്തുകൊണ്ട് രാഹുലിനെ തിരികെ കൊണ്ടുവരുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു വിഷയമാണ്. ഏതായാലും രാഹുലിന് വേണ്ടിയുള്ള മുറവിളി പാർട്ടിക്കുള്ളിൽ നിന്ന് ശക്തമായി ഉയർന്നു വരുന്നുണ്ട്. ഒരു പരിധിക്ക് മുകളിൽ അത് കണ്ടില്ല എന്ന് വെക്കുവാൻ കോൺഗ്രസ് നേതൃത്വത്തിനും കഴിയില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള പൊതുജന വികാരം 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സാധ്യതകൾക്ക് വെല്ലുവിളിയാകരുത് എന്നും മനോഭാവമുള്ള ഒരു വിഭാഗം നേതാക്കൾ നിലപാട് കടുപ്പിച്ചാൽ രാഹുലിന് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം ലഭിച്ചില്ല എങ്കിൽ കൂടിയും പാർട്ടിയിലേക്ക് തിരികെ വരുവാനുള്ള അയാളുടെ സാധ്യതകൾ കൂടുതൽ ശക്തമാക്കുന്നതാണ്. കോൺഗ്രസ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്ന ഈ സുപ്രധാന വിവരങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.